ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളിലാണ് വാദം. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി നേരത്തെ സ്വീകരിച്ച നിലപാട്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഇത് SITക്ക് ഇത് അന്വേഷിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഒരുപാട് തലങ്ങളിലേക്ക് ഇതിന്റെ അന്വേഷണം നീട്ടേണ്ടതുണ്ട്. ഇതിന്റെ ഗൂഢാലോചന അടക്കം പുറത്തു വരാൻ, ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നേരത്തെ ചില സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് വിപുലമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ്. അതുകൊണ്ട് CBI വരണം എന്ന ആവശ്യമാണ് ഈ ഹർജിയിലുള്ളത്. നേരത്തെ പക്ഷേ കോടതി അതിന് അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുന്നത് കണ്ടതുമില്ല. ഇന്ന് കോടതിയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ശ്യാം ദേവരാജ്? റീജിത്ത്, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജികളിൽ നിന്ന് വാദം കേൾക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളിലാണ് ഈ വാദം കേൾക്കുക. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാട് കഴിഞ്ഞ തവണകളിലെല്ലാം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ ഹർജികളിൽ വാദം കേട്ട് തീരുമാനമെടുക്കാം എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഹർജി വാദത്തിന് വരികയും ചെയ്യുന്നത്. നിലവിലെ SITയുടെ അന്വേഷണത്തെ തടയാനാവില്ല എന്നും രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് എന്നുമാണ് ഹൈക്കോടതി തുടർച്ചയായി സ്വീകരിക്കുന്ന നിലപാട്. മാത്രമല്ല, പല ഘട്ടങ്ങളിലും ഈ ഹർജിക്കാർക്ക് വിമർശനവും ഹൈക്കോടതിയിൽ നിന്ന് ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. കേസ് കൃത്യമായി ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് CBI അന്വേഷണം ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നടക്കമുള്ള നിലപാട് ഹൈക്കോടതി വിമർശനമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ശരി, ശ്യാം ദേവരാജ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.